ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കെ പരിവാർ. ഇന്നത്തെ തുടക്കം കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ ഈ യാത്ര എങ്ങോട്ടാണ്. നമ്മുടെ ഫാമിലിയിലെ 21 പേര് ഒന്നിച്ച് കെട്ടിനിറച്ചിട്ടാണ് ഈ യാത്ര. അപ്പൊ കെട്ടിനിറയുടെ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കെട്ടിനിറ തലേ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം പുലർച്ചെ 3 മണിക്കാണ് നമ്മുടെ ശബരിമല യാത്ര തുടങ്ങുന്നത് കേട്ടോ. നേരെ പോയത് ചോറ്റാനിക്കരക്കായിരുന്നു. അവിടെ നിന്ന് നേരെ പോയത് വൈക്കത്തോട്ടാണ്. വൈക്കത്ത് ഒരു 7 മണിക്ക് മുമ്പ് തന്നെ വൈക്കത്ത് എത്തിയിട്ടുണ്ട്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ തൊഴുതതിനു ശേഷം നേരെ പോയത് കടുത്തുരുത്തി മഹാദേവ ക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ. ഈ 2 ക്ഷേത്രങ്ങളും തമ്മിൽ അരമണിക്കൂർ ഡിസ്റ്റൻസേ ഉള്ളൂ. നമ്മളുടെ ശബരിമല യാത്ര തുടങ്ങുന്നത് ഇരിഞ്ഞാലക്കുട വെള്ളാങ്കല്ലൂരിൽ നിന്നാണ്. നമ്മുടെ ഫാമിലിയിൽ 21 പേര് ശബരിമലയ്ക്ക് പോയതില് 4 പേര് കുഞ്ഞു കുട്ടികളായിരുന്നു കേട്ടോ. 2 വയസ്സ് മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളായിരുന്നു. ഇവരെ കൊണ്ടുപോകുമ്പോൾ എല്ലാവർക്കും ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും ഇതേപോലെ അമ്പലങ്ങളിലൊക്കെ ഇറങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി ഈ യാത്രയിൽ ഇവരെ കൊണ്ട് എന്തായാലും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന്. അവർ 4 പേരും നല്ല കൂട്ടായിട്ട് കുറേ നടന്നു. കല്ലൂനിയാണ് അതിൽ പിന്നെയും കുറച്ചെടുത്തത്, കാരണം അവൾക്ക് 2 വയസ്സേ ആയിട്ടുള്ളൂ. അങ്ങനെ കടുത്തുരുത്തിയിൽ നിന്ന് പിന്നീട് പോയത് മള്ളിയൂർ ഗണപതി ക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ. കടുത്തുരുത്തിയിൽ നിന്ന് മള്ളിയൂർക്ക് 11 മിനിറ്റ് ട്രാവലിംഗ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. മള്ളിയൂർ നന്നായി തൊഴുതതിന് ശേഷം അവർ നേരെ ഏറ്റുമാനൂർക്കാണ് പോയത്. മള്ളിയൂർ ടു ഏറ്റുമാനൂർ ഒരു 20-25 മിനിറ്റ് ട്രാവലിംഗേ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ നമ്മളുടെ ഇവിടുന്ന് പോകുമ്പോൾ ചോറ്റാനിക്കര, വൈക്കം, ഏറ്റുമാനൂർ ഈ 3 മഹാക്ഷേത്രങ്ങളിലാണ് തൊഴാറ്. ഈ വട്ടം അമ്മമാർക്ക് സമയം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാ അമ്പലങ്ങളിലും പറ്റിയാൽ കയറി തൊഴണമെന്ന്. ഏറ്റുമാനൂരിന് അവർ നേരെ പോയത് കടപ്പാട്ടൂർക്കായിരുന്നു. അവിടെ അവർ എത്തിയ സമയത്ത് നന്നായിട്ട് തൊഴാനും പറ്റി. അത് കഴിഞ്ഞപ്പോൾ അവിടെ അന്നദാനം ഉണ്ടായിരുന്നു. അവരന്ന് ഉച്ചയ്ക്ക് അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. കടപ്പാട്ടൂരിന് അന്നദാനം കഴിച്ചതിന് ശേഷം പിന്നീട് അവരുടെ യാത്ര നേരെ എരുമേലിയിലോട്ടായിരുന്നു. എരുമേലിയിലെത്തി പേട്ടത്തുള്ളൽ കഴിഞ്ഞതിന് ശേഷം വേണമല്ലോ മല കയറാനായിട്ട്. അപ്പോൾ നമ്മളുടെ ഒപ്പം പോയ കന്നിസ്വാമിമാരുടെയൊക്കെ പേട്ടത്തുള്ളൽ ഉണ്ടായിരുന്നു. എരുമേലിയിലെ പേട്ടത്തുള്ളൽ കഴിഞ്ഞിട്ട് വണ്ടി നേരെ പോയത് പമ്പയിലോട്ടാണ്. പക്ഷേ തിരക്ക് കാരണം കൊണ്ട് ഇപ്രാവശ്യം വണ്ടികളൊന്നും പമ്പയിലോട്ട് കടത്തി വിടുന്നുണ്ടായില്ല. നിലയ്ക്കൽ വരെ വണ്ടി ഉണ്ടായിരുന്നുള്ളൂ. നിലയ്ക്കലിന് KSRTC ബസ് വഴിയാണ് ഇവര് പമ്പയിലോട്ട് എത്തിയത് കേട്ടോ. സാധാരണ മകരവിളക്കിനുണ്ടാകുന്ന അത്രയും തിരക്കിനും കൂടുതലായിരുന്നു ഇപ്രാവശ്യം കുംഭമാസത്തിൽ നട തുറന്നപ്പോൾ. ഇന്ന് അവിടെ ബസ് ഡ്രൈവർ ആയാലും പോലീസുകാരായാലും എല്ലാവരും ഇവരുടെ അടുത്ത് പറഞ്ഞു കേട്ടോ. അഞ്ചേകാലൊക്കെ ആയപ്പോഴത്തേനും പമ്പയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം നേരെ മല കയറാനായിട്ട് തുടങ്ങിയിട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കൂടെ പോയതിൽ കൂടുതലും കുട്ടികളും അമ്മമാരും അവരൊക്കെ കന്നിസ്വാമിമാരാണ്. അപ്പോൾ അവർക്കൊക്കെ ശരം കുത്തിലോ പോയിട്ട് ശരം കുത്താനുണ്ടായിരുന്നു. മല കയറുന്ന സമയത്ത് കണ്ടിന്യൂസ്ലി വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം അത്രയ്ക്ക് ക്രൗഡും അത്രയ്ക്ക് റഷും തിരക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം പറ്റുന്ന പോലെ അവർ ആ ഒരു സമയത്ത് എടുത്ത വീഡിയോ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്ക് കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് കാണുമ്പോഴായാലും ഇപ്പം പോയ നമ്മുടെ 4 കുഞ്ഞുങ്ങൾക്ക് അവരിപ്പോൾ എത്ര വർഷം കഴിഞ്ഞിട്ട് കാണുമ്പോഴായാലും അത് ഭയങ്കര വലിയൊരു മെമ്മറി ആണല്ലോ. അയ്യപ്പൻ്റെ അടുത്തോട്ട് പോയ ആ വീഡിയോ, അവരെങ്ങനെയാണ് പോയെന്നുള്ള യാത്ര കാണാനൊക്കെ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് ഇങ്ങനെ എഡിറ്റ് ചെയ്തത്. ശബരിമലയിലെ തിരക്ക് എന്ന് പറഞ്ഞ തിരക്ക് ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മകരവിളക്കിനേലും തിരക്കായിരുന്നു ഇവർ പോയ സമയത്തെ തിരക്ക്. ഇവർക്ക് അന്ന് തന്നെ നമ്മുടെ ടീമിലെ എല്ലാവർക്കും 18ാം പടി കയറി ശബരിമലയിലോട്ട് എത്താനായിട്ട് പറ്റിയില്ല കേട്ടോ. ഒന്നിച്ചു പോയെങ്കിലും അവിടെ എത്തിയപ്പോൾ പല പല ഗ്രൂപ്പായിട്ടാണ് അവരുണ്ടായിരുന്നത്. മലയുടെ മേലെ കയറിയതേ ഇത്രയും പേര് ഇങ്ങനെയാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അത്രയ്ക്ക് തിരക്കായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഇത്രയും തിരക്ക് വരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നടയൊക്കെ അടിച്ച് അരിവരാസനം കഴിഞ്ഞതിന് ശേഷമുള്ള ശബരിമലയുടെ വീഡിയോസാണ് കേട്ടോ ഇതിലിപ്പോൾ കാണുന്നത്.
ദിവസം പുലർച്ചെ നട തുറന്നിട്ട് 6 മണിയൊക്കെ ആയപ്പോഴാണ് 18-ാം പടി കയറാനായിട്ട് പറ്റിയത് കേട്ടോ. തിരക്കുണ്ടായിരുന്നെങ്കിലും നല്ല രീതിയിൽ തൊഴാൻ പറ്റിയതിന്റെ സന്തോഷമാണ് കേട്ടോ അവരുടെ മുഖത്ത് ഇപ്പൊ കണ്ടത്. അങ്ങനെ ശബരിമലയിൽ തൊഴുന്നതിന് ശേഷം അവര് നേരെ മാളികപ്പുറത്ത് പോയിട്ട് കുഞ്ഞു മാളികപ്പുറത്തിനെ കൊണ്ട് നാളികേരമൊക്കെ അവിടെ ഉരുട്ടിച്ചു കേട്ടോ. തൊഴുത് കഴിഞ്ഞ് അവരെല്ലാവരും ഒന്ന് ചെറുതായിട്ട് റെസ്റ്റ് എടുക്കാണ് കേട്ടോ. പോയെന്ന് കയറാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ, പിന്നെ കയറി നേരേക്ക് കെടുക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല, ഫുള്ള് ക്രൗഡായിരുന്നു. പിന്നെ അവിടുത്തെ ഒരു വൃത്തി ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. പക്ഷെ തൊഴാൻ നന്നായി പറ്റിയതുകൊണ്ട് അതിലൊരു സന്തോഷം എല്ലാവരുടെ മുഖത്തും ഉണ്ടായിരുന്നു. അങ്ങനെ തൊഴലൊക്കെ കഴിഞ്ഞ് അരവണിയും ഉണ്ണിയപ്പമൊക്കെ വാങ്ങി അഭിഷേകമൊക്കെ ചെയ്യാനായിട്ട് പറ്റി. 11 മണി വരെ അഭിഷേകം ഉണ്ടായിരുന്നുള്ളൂ. ആ സമയം ആയപ്പോഴാണെങ്കിലും നമുക്ക് അഭിഷേകമൊക്കെ ചെയ്യാൻ പറ്റി. കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു. പോലീസുകാരായാലും ഇവിടുത്തെ സെക്യൂരിറ്റീസൊന്നും ഇത്രയും തിരക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള പോലീസുകാരൊന്നും അവിടെ അന്നത്തെ ദിവസം ഏർപ്പാടാക്കിയിരുന്നില്ല. അതുകൊണ്ട് പറ്റിയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ അന്ന് ശബരിമലയിൽ ഉണ്ടായിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത്. തിരിച്ച് മല ഇറങ്ങുമ്പോഴും അതേ തിരക്ക് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ നിലയ്ക്കൽ വന്ന് പമ്പയിലോട്ട് ബസ് കയറാൻ നിന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. തൊട്ട് ഫ്രണ്ടിൽ നിന്ന് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്സാവുന്ന അത്രയും തിരക്കായിരുന്നു. അത് ഈ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും കേട്ടോ. വരുന്ന വഴിക്ക് അവർ അമ്പലത്തിൽ നിന്ന് മാല ഊരി നമ്മുടെ അയ്യപ്പൻ്റെ അമ്പലത്തിൽ വന്ന് നാളികേരം ഉടച്ചതിന് ശേഷമാണ് കേട്ടോ വീട്ടിലോട്ട് എത്തിയത്.